2.5 മാസത്തെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ പ്രാഥമിക വിപണിയിൽ വീണ്ടും ആരവം ഉയരുന്നു. മെയിൻ ബോർഡ് വിഭാഗത്തിന് കീഴിൽ പ്രാരംഭ പൊതുഓഹരി വിൽപ്പന അഥവാ IPO നടപടികളുമായി പ്രമുഖ വൈദ്യുത വാഹന നിർമ്മാണ കമ്പനി ഏതർ എനർജിയാണ് ഈ ആഴ്ച പ്രാഥമിക വിപണിയിൽ അരങ്ങേറ്റം കുറിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നേരിട്ട കടുത്ത ചാഞ്ചാട്ടത്തിൽ നിന്നും ആഭ്യന്തര വിപണി മുക്തമാകുന്നതിലെ ലക്ഷ്യങ്ങൾ പ്രകടമാക്കിയതോടെ വിഭവ സമാഹരണത്തിനായി മുഖ്യധാര കമ്പനികൾ കടന്നെത്തുന്നതിനെ നിക്ഷേപകരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഏതർ എനർജിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ഈ IPO വിശകലനങ്ങളും നോക്കാം. ഏതർ എനർജി EV മാനുഫാക്ചറിംഗ് അഥവാ വൈദ്യുതി വാഹന നിർമ്മാണ മേഖലയിൽ ശ്രദ്ധയിന്നിരിക്കുന്ന പ്രമുഖ ഇന്ത്യൻ സ്വകാര്യ കമ്പനിയാണ് ഏതർ എനർജി ലിമിറ്റഡ്. 2013 പ്രവർത്തനം ആരംഭിച്ചത്. രാജ്യത്തെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഹീറോ മോട്ടോ കോർപ്പിന് ഈ കമ്പനിയിൽ 40% ഓഹരി പങ്കാളിത്തം നേടിയിട്ടുണ്ട്. അതേസമയം വൈദ്യുതി ഇരുചക്ര വാഹനങ്ങളാണ് ഏതർ എനർജി പ്രധാനമായും വിപണിയിൽ എത്തിക്കുന്നത്. വൈദ്യുതി ഇരുചക്ര വാഹനങ്ങളുടെ രൂപകൽപ്പന, സാങ്കേതികവിദ്യ വികസനം, ഉൽപ്പന്ന സംയോജനം, നിർമ്മാണം തുടങ്ങിയവയ്ക്ക് പുറമെ ബാറ്ററി പാക്കുകൾ, ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, വാഹനത്തിനാവശ്യമായ സോഫ്റ്റ്വെയർ സംവിധാനങ്ങളും കമ്പനി സജ്ജമാക്കുന്നുണ്ട്. തുടക്കത്തിൽ 450 സീരീസിലുള്ള പ്രീമിയം വിഭാഗത്തിലുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കായിരുന്നു ഏതർ എനർജി മുൻഗണന നൽകിയിരുന്നതെങ്കിലും ഇപ്പോൾ കുടുംബങ്ങൾ കൂടി ഇണങ്ങുന്ന റിസ്ത സീരീസിലുള്ള സ്മാർട്ട് സ്കൂട്ടറുകൾ കൂടി വിപണിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ 9 മാസത്തിനിടെ 1,07,983 ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിറ്റഴിക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങളുടെ ചാർജിങ്ങിനുള്ള ഏതർ ഗ്രിഡ്, 64 ഫീച്ചറുകളോടുകൂടിയ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമായ ഏതർ സ്റ്റാക്ക് തുടങ്ങിയ സേവനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഡിസംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം 265 ഷോറൂമുകളും 233 സർവീസ് സെൻ്ററുകളും ഏതർ എനർജിക്ക് സ്വന്തമായുണ്ട്. ഇതിൽ നേപ്പാളിൽ 5ഉം ശ്രീലങ്കയിൽ 10ഉം വീതം ഷോറൂമുകൾ ഉൾപ്പെടുന്നു. അതേസമയം തമിഴ്നാട്ടിലെ ഹൊസൂറിലാണ് കമ്പനിയുടെ നിർമ്മാണശാല പ്രവർത്തിക്കുന്നത്. ഇവിടെ വാർഷികമായി 4.2 ലക്ഷം ഇലക്ട്രിക് സ്കൂട്ടറുകളും 3.8 ലക്ഷം ബാറ്ററി പാക്കുകളും നിർമ്മിക്കാനുള്ള ഉൽപ്പാദന ശേഷിയുണ്ട്. നിലവിൽ ഏതർ എനർജിയുടെ കൈവശം 45 പേറ്റന്റുകളും 201 രജിസ്റ്റേർഡ് ഡിസൈനുകളും 303 രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കുകളും സ്വന്തമായുണ്ട്. ഇക്കഴിഞ്ഞ ഡിസംബർ പാദത്തിൽ കമ്പനി നേടിയ വരുമാനം 1,617 കോടി രൂപയും പ്രവർത്തന നഷ്ടം 578 കോടി രൂപയും വീതമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. IPO വിശദാംശം. പ്രാഥമിക വിപണിയിൽ ഏപ്രിൽ 28 മുതൽ 30 വരെയാണ് ഏതർ എനർജിയുടെ IPO അരങ്ങേറുക. ഈ സമയപരിധിക്കുള്ളിൽ നിക്ഷേപകർക്ക് ഏതർ എനർജി ഓഹരികൾക്കായി IPOയുടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 304 മുതൽ 321 രൂപ വരെയുള്ള പ്രൈസ് ബാൻഡിൽ അഥവാ വിലപരിധിയിൽ 46 ഓഹരികളെ ലോട്ടുകളായി അഥവാ ഗുണിതങ്ങളായി വേണം IPOയിൽ അപേക്ഷിക്കേണ്ടത്. ഇക്കഴിഞ്ഞ് വെള്ളിയാഴ്ച നടന്ന ആങ്കർ നിക്ഷേപകർക്കായുള്ള അലോട്ട്മെൻറ്റിൽ 321 രൂപയിലായിരുന്നു ഓഹരികൾ അനുവദിച്ചിരുന്നതിനാൽ ഏതർ എനർജി IPOയിലും സമാന നിരക്കിൽ തന്നെ ഓഹരി നൽകാനായിരിക്കും സാധ്യത. അതായത് ഏതർ എനർജി IPOയിൽ ഒരു ലോട്ട് ഓഹരികൾക്ക് അപേക്ഷിക്കുന്നതിനായി 14,766 രൂപയാകുമെന്ന് സാരം. പരമാവധി 13 ലോട്ട് ഓഹരികൾക്ക് വരെ റീറ്റെയിൽ ഇൻവെസ്റ്റർ എന്ന വിഭാഗത്തിന് കീഴിൽ നിക്ഷേപകർക്ക് അപേക്ഷിക്കാനാകും. IPO നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മെയ് 6-ന് BSE, NSE തുടങ്ങിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഏതർ എനർജി ഓഹരികൾ ലിസ്റ്റ് ചെയ്തേക്കുമെന്നാണ് നിലവിലെ അറിയിപ്പ്. അതേസമയം IPOയിലൂടെ 2,981 കോടി രൂപ സമാഹരിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഇതിൽ 2,626 കോടി രൂപ പുതിയ ഓഹരികൾ അനുവദിക്കുന്ന ഫ്രഷ് ഇഷ്യൂ മുഖേനയും 355 കോടി രൂപ നിലവിലെ നിക്ഷേപകർ കൈമാറുന്ന ഓഹരി അഥവാ OFS മുഖേനയുമാണ് കണ്ടെത്തുന്നത്. ഇതിനകം ആങ്കർ നിക്ഷേപകരിൽ നിന്നും 1,340 കോടി രൂപ സമാഹരിക്കാൻ ഏതർ എനർജിക്ക് സാധിച്ചിട്ടുണ്ട്. GMB ട്രെൻഡ്. 2.5 മാസത്തിന് ഇടവേളയ്ക്ക് ശേഷം പ്രാഥമിക വിപണിയിലേക്ക് കടന്നെത്തുന്ന IPO ആയിരുന്നിട്ടും ഏതർ എനർജിയുടെ ഓഹരികൾക്ക് ഗ്രേ മാർക്കറ്റിൽ അഥവാ അനൗദ്യോഗിക വിപണിയിൽ ഡിമാൻഡ് കുറയുന്ന പ്രവണതയാണ് പൊതുവെ പ്രകടമാകുന്നത്. ഏപ്രിൽ 22-ന് രേഖപ്പെടുത്തിയ ഏതർ എനർജിയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം 22 രൂപ നിലവാരത്തിലായിരുന്നു. എന്നാൽ തിങ്കളാഴ്ച IPO ആരംഭിക്കാനിരിക്കവേ നിലവിൽ രേഖപ്പെടുത്തുന്ന ഗ്രേ മാർക്കറ്റ് പ്രീമിയം 3 രൂപയിലാണ്. അതായത് ഏതർ എനർജി ഓഹരിയുടെ നിർദ്ദിഷ്ട ഇഷ്യൂ വിലയേക്കാൾ 1% മാത്രമേ നിലവിൽ പ്രീമിയമേ ഉള്ളൂ എന്ന് സാരം. ഡിസ്ക്ലെയിമർ. ഏതർ എനർജി IPOയുമായി ബന്ധപ്പെട്ട് മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യർത്ഥം പങ്കുവച്ചാണ്. ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല. ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. IPOയിൽ അപേക്ഷിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ വിശദമായ പഠനം നടത്തിയോ SEBI അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ET മലയാളം ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.